ഒരാൾക്ക് ഡ്രൈവിംഗ് പഠനത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു ഉത്തരമാണിത്. അദ്ദേഹം റിവേഴ്സ് എടുക്കുക മാത്രമല്ല, കൃത്യമായി കയറ്റത്താണ് റിവേഴ്സ് എടുത്ത് വണ്ടി മുകളിലേക്ക് കയറ്റിയത്. ഒരു കയറ്റമാണ്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അവിടെയാണ് അദ്ദേഹം ഈ വാഹനം മുകളിലേക്ക് ഓടിച്ച് കയറ്റിയത്. അതുതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 തവണ അത് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടെ കൂടും. സാറിപ്പോൾ ഒരു 3-4 തവണ കയറ്റിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ കയറ്റുമ്പോഴത്തേക്ക് മുകളിൽ ആ ടാർ റോഡിലേക്ക് നമ്മുടെ ബാക്ക് ടയർ കയറി കഴിയുമ്പോഴത്തേക്ക് സാറിന് അവിടെ വരെയാണല്ലോ വണ്ടി കൊണ്ടുപോകേണ്ടത്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ക്ലച്ച് ഓഫ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്, അപ്പോൾ വണ്ടി ഓഫ് ആവില്ല. നമ്മൾ മെയിൻ റോഡിൽ നിർത്തുന്നത് പോലെ തന്നെ. ഓക്കെ, ഞാനൊന്ന് ബാക്കിൽ പോയി നിന്നിട്ട് സാറ് കയറി വന്നാൽ മതി. സൂപ്പർ. എനിക്ക് ആ സിറ്റുവേഷൻ സാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊരു മനസ്സിലുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാറ് കയറി വന്നപ്പോഴത്തേക്ക് ആ വണ്ടി കയറി വന്നില്ലേ, അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ഞാൻ നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാ സൈലൻ്റായിട്ട് നിന്നത്. എന്തായാലും ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക്, സാർ എന്ത് വന്നാലും ചവിട്ടും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളതാണല്ലോ ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളത്, എന്ത് സംഭവം ഉണ്ടെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയേക്കാം. അപ്പോൾ അത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഒരു ഡയറക്ഷൻ തരാതെ ആ സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് നിന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പ്രാക്ടിക്കബിളായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കാം. ശരിക്കും പറയാം പ്രാക്ടീസ് തന്നെയാണ്, പക്ഷേ എങ്കിലും ശരിയായ രീതിയിൽ അങ്ങനെ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു താങ്ക്സ് സാറിന് ഞാൻ ശരിയാണ്. ശരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും പക്ക ഡ്രൈവറാകുന്നൊരു രീതിയാണ് ഈ പറഞ്ഞ നമ്മുടെ ഡ്രൈവിംഗ് മാസ്റ്ററുടെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇത് ഗുണം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ.